ഹലോ എവരി വൺ. ഇന്ന് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഇൻട്രൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. IDS ഒരു സെക്യൂരിറ്റി ടൂൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി സർവീസ് എന്ന് പറയാം. IDSൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി നെറ്റ്വർക്കിലേക്കോ സിസ്റ്റത്തിലേക്കോ വരുന്ന ട്രാഫിക് മോണിറ്റർ ചെയ്തിട്ട് മലീഷ്യസോ അല്ലെങ്കിൽ സെക്വയർ അല്ലാത്ത ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് അലേർട്ട് പാസ് ചെയ്യും. ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ടൂളിനെയാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വൺസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് ഈ അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഇൻട്രൂഷനാണ് ഒക്കർ ചെയ്തിട്ടുള്ളത് എന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കും. വർക്കിംഗ് ഓഫ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് നെറ്റ്വർക്കിലേക്ക് വരുന്ന ട്രാഫിക് മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും മലീഷ്യസോ സെക്വയർ അല്ലാത്ത ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് അലേർട്ട് പാസ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ടൂളാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. എങ്ങനെയാണ് IDS മലീഷ്യസ് ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. IDSൻ്റെ കയ്യിൽ പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പാറ്റേൺസ് കാണും. അതായത് ഈ രീതിയിലാണ് ഡേറ്റ ഫ്ലോ വരുന്നുണ്ടെങ്കിൽ അതൊരു അറ്റാക്കാണ് എന്നുള്ള പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് റൂൾസ് IDSൻ്റെ കയ്യിലുണ്ടാവും. നെക്സ്റ്റ്, IDS നെറ്റ്വർക്കിലേക്ക് വരുന്ന ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്യും. അറ്റാക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് അലേർട്ട് പാസ് ചെയ്യും. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ വൺസ് ഈ അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഇൻട്രൂഷനാണ് എന്നുള്ളത് ഒബ്സർവ് ചെയ്തിട്ട് ഫർദർ ഡാമേജിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യും. നെക്സ്റ്റ്, കമ്പോണൻറ്റ്സ് ഓഫ് ആൻ IDS. ഫസ്റ്റ് വൺ, സെൻസേഴ്സ്. സെൻസേഴ്സിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യുക. ലൈക്ക് നെറ്റ്വർക്കിൽ വരുന്ന പാക്കറ്റ്സിൻ്റെ ഡേറ്റ ആകാം, ലോഗ് ഫയൽസ് ആകാം. ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അനലൈസറിന് പാസ് ചെയ്യുക എന്നുള്ളതാണ് സെൻസേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. സെക്കൻഡ് കമ്പോണൻ്റ് ആണ് അനലൈസേഴ്സ്. അനലൈസേഴ്സിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് സെൻസേഴ്സ് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ പ്രോസസ്സ് ചെയ്തിട്ട് എന്തെങ്കിലും അനോമലീസ് ഒക്കർ ചെയ്തിട്ടുണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അനലൈസേഴ്സാണ്. സ്മാർട്ടായിട്ടുള്ള അനലൈസേഴ്സ് ആണെങ്കിൽ ഇൻട്രൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്നുള്ള ഗൈഡൻസും കൂടി പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് റെസ്പോൺസ്. ചില IDSൽ റെസ്പോൺസ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഉണ്ടാകും. ഈ മൊഡ്യൂളിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇൻട്രൂഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടൺ ആക്ഷൻസ് ഓട്ടോമാറ്റിക്കലി എടുക്കും. അതായത് ട്രാഫിക് ബ്ലോക്ക് ചെയ്യുക, ഇൻട്രൂഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനെ നെറ്റ്വർക്കിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുക. ഈ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യുന്നത് റെസ്പോൺസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. നെക്സ്റ്റ് കമ്പോണൻറ്റ് ലോഗിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ മൊഡ്യൂളിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നടന്നിട്ടുള്ള എല്ലാ ഇവൻറ്റ്സിൻ്റെയും റെക്കോർഡ് കീപ്പ് ചെയ്യുക ടു ഇംപ്രൂവ് ഫർദർ പെർഫോമൻസ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ബേസിക്കലി 3 ക്ലാസിഫിക്കേഷൻ ആണ് പറയാനുള്ളത്. ഫസ്റ്റ് വൺ, നെറ്റ്വർക്ക് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. നെറ്റ്വർക്ക് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം വിത്തിൻ ദി നെറ്റ്വർക്കാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാകുന്നത്. NIDSൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ഡിവൈസിൽ നിന്നും വരുന്ന ട്രാഫിക് മോണിറ്റർ ചെയ്യുക. എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് അലേർട്ട് പാസ് ചെയ്യുക. നെക്സ്റ്റ്, ഹോസ്റ്റ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഹോസ്റ്റ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിവൈസിലായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുന്നത്. ഡിവൈസിലേക്ക് വരുന്ന ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാക്കറ്റ്സ് മോണിറ്റർ ചെയ്യും.
എന്തെങ്കിലും സസ്പീഷ്യസോ മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് അലേർട്ട് പാസ് ചെയ്യും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ക്ലീൻ കമ്പ്യൂട്ടറിൻ്റെ സ്നാപ്ഷോട്ട് എടുത്ത് വയ്ക്കും. സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻറ്റ്. എന്നിട്ട് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്നാപ്ഷോട്ടുമായിട്ട് കമ്പയർ ചെയ്യും. ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രൂഷൻ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. സ്നാപ്ഷോട്ടിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അറ്റാക്ക് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന് അലേർട്ട് പാസ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഹൈബ്രിഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഹൈബ്രിഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഹോസ്റ്റ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. രണ്ട് IDSൻ്റെയും അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം മോർ എഫക്റ്റീവാണ്. നെക്സ്റ്റ് ഹണിപോട്ട്. ഹണിപോട്ട് ഈസ് എ കൈൻഡ് ഓഫ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഇത് നെറ്റ്വർക്കിലായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. സൈബർ അറ്റാക്കേഴ്സിന് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഹാക്കേഴ്സിന് ഇതൊരു റിസോഴ്സ്ഫുൾ സെർവറായിട്ട് തോന്നും. ഹാക്കേഴ്സ് ഈ ഡിവൈസുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ അവർ എന്ത് കൈൻഡ് ഓഫ് അറ്റാക്കാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഹണിപോട്ടിന് മനസ്സിലാകും. ഇത് ഈ ഇൻഫർമേഷൻ ഓർഗനൈസേഷനിൽ പാസ് ചെയ്യും. Thank you.